മെത്രാന് നടവിളിച്ചവർ ഇന്ന് കൊലവിളിയുമായി രംഗത്ത്. ജ്ഞാനായ കത്തോലിക്ക സഭയെ സീറോ മലബാർ സഭയുടെ കൂട്ടിൽ കൊണ്ട് കെട്ടാനുള്ള കൊട്ടേഷൻ ഏറ്റെടുത്ത മൂലക്കാടൻ മെത്രാനെതിരെയുള്ള വിശ്വാസികളുടെ പ്രതിഷേധം കനക്കുകയാണ്. അതുപോലെ സഭയിൽ ആവാസന്മാരായ പാതിരിമാരുടെ കന്നന്തിരിവുകൾ പെരുകുകയുമാണ്. കാരിത്താസിലെ ഓപ്പറേഷൻ ഡയറക്ടറായിരുന്ന പാതിരി വെള്ളമടിച്ച് കോൺതെറ്റി അപകടമുണ്ടാക്കിയ ആ വാർത്ത ആരും മറന്നിരിക്കുവാൻ ഇടയില്ലല്ലോ. അതുപോലെ ചൂതുകളിക്ക് പോയി ലക്ഷങ്ങൾ നഷ്ടപ്പെടുത്തിയ കോട്ടയത്തെ പാതിരിയുടെ വാർത്ത, വ്യഭിചാര കുറ്റത്തിന് പൊക്കിയ നിരവധി പാതിരിമാരുടെ വാർത്തകൾ പെരുകുമ്പോഴും കളങ്കിതനായ മൂലക്കാട്ട് മെത്രാന് ഇവർക്കെതിരെ നടപടിയെടുക്കുവാൻ യാതൊരു ശേഷിയുമില്ല, പ്രാപ്തിയുമില്ല. വംശശുദ്ധിയുടെ പേരിൽ വിശ്വാസികളെ മുടക്കുന്ന മെത്രാൻ വംശശുദ്ധിയില്ലാത്ത സീറോ മലബാർ സഭയുടെ വെറും അടിമയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇതിനെതിരെയാണ് വിശ്വാസികളുടെ പ്രതിഷേധം കനക്കുന്നത്. ഇങ്ങനെ സഭ നശിക്കുമ്പോഴും നവംബർ 2-ാം തീയതി കോട്ടയത്ത് മെത്രാൻ രാഷ്ട്രീയ പാർട്ടികളെ വെല്ലുന്ന തരത്തിൽ ഒരു ജ്ഞാനായ കുടുംബ സംഗമം എന്ന പേരിൽ ഒരു മസിൽ ഷോ നടത്താൻ പോകുകയാണ്. അതും വിശ്വാസികളുടെ ചെലവിൽ. ആ പരിപാടിയുടെ മുഖ്യാതിഥിയായി വിളിച്ചിരിക്കുന്നത് ആരെയാണെന്ന് അറിയണ്ടേ? കുത്തിത്തിരിപ്പിന്റെ പര്യായമായ കളങ്കിതനായ കേക്കച്ചനെയാണ്. പെണ്ണുങ്ങളെ ഇറക്കി സ്വന്തം പാർട്ടിയിലെ യുവനേതാക്കന്മാരെ ഒതുക്കുന്ന ഈ ആഭാസനെയാണ് മൂലക്കാടൻ പരിപാടിയുടെ മുഖ്യാതിഥിയായി വിളിച്ചിരിക്കുന്നത്. പോരെ, ചേരുംപടിയെ ചേരൂ. PR ഏജൻസികളെ കൊണ്ട് മൂലക്കാടന് പോലും അറിയാത്ത സഭയുടെ ചരിത്രവുമായി നാളെ കേക്കച്ചൻ അവിടെ വരും. അതുപോലെ വാസവനെയും വിളിച്ചിട്ടുണ്ട്. തൻ്റെ കൂടെ ഇത്രയും അടിമവിശ്വാസികളുണ്ട്, നിങ്ങൾ കണ്ടുകൊള്ളൂ, ആരെനിക്ക് കൂടുതൽ കാശ് തരുന്നോ അവരുടെ കൂടെ ഞാൻ നിൽക്കും എന്ന വിലപേശലിന് വേണ്ടിയാണ് അറവുമാടുകളെ പോലെ സ്വന്തം സഭയിലെ വിശ്വാസികളെ ചന്തയിൽ കൊണ്ട് മാടുകളെ വിൽക്കുന്നത് പോലെ ജ്ഞാനായ മക്കളെ നാളെ കച്ചവടമടിക്കാനുള്ള മെത്രാന്റെ ഈ തന്ത്രം നാളെ അരങ്ങേറാൻ പോകുന്നത്. ഇത് വിശ്വാസികൾ മനസ്സിലാക്കുക. പരിപാടിയിൽ നടപടിയും പിന്നെ മാർഗം കളിയും ഉണ്ടെന്നാണ് മൂലക്കാടൻ പരസ്യം ചെയ്തിരിക്കുന്നത്. എന്നാൽ നടക്കാൻ പോകുന്നത് മൂലക്കാടനെതിരെയുള്ള കൊലവിളിയും പിന്നെ രക്തശുദ്ധി നിർബന്ധന കാരണം സഭയിൽ പെണ്ണ് കിട്ടാതെ ഇളന്താളിച്ച് നിൽക്കുന്ന തൈക്കളവന്മാരുടെ നിലവിളിയുമാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് വിശ്വാസികൾ പറയുന്നത്. മെത്രാൻ നടത്താൻ പോകുന്ന ജ്ഞാനായ കുടുംബസംഗമം എന്ന ഈ രാഷ്ട്രീയ പ്രേരിതമായ ഈ വിശ്വാസികളെ അടിമകളെ പോലെ തൂക്കി വിൽക്കുവാനുള്ള ഈ പരിപാടിക്കെതിരെ ഇന്ന് കോട്ടയം പ്രസ് ക്ലബിൽ ജ്ഞാനായ കാത്തലിക് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ ആ പത്രസമ്മേളനം കാണുക. ആ സംഘടന തുടങ്ങാൻ ഉള്ള കാരണം കോട്ടയം രൂപതയുടെ കീഴിൽ പല പോഷക സംഘടനകളുണ്ട്. ജ്ഞാനായ കാത്തലിക് സൊസൈറ്റി, KCYL, KCWA, അങ്ങനെ വിവിധങ്ങളായ പോഷക സംഘടനകളുണ്ട്. ഈ പോഷക സംഘടനകളുടെ എല്ലാം അവസാനം ചെന്ന് നിൽക്കുന്നത് നമ്മുടെ കോട്ടയം രൂപത മെത്രാനച്ചൻ്റെ വീറ്റോ പവറിലാണ്. മെത്രാനച്ചൻ്റെ അംഗീകാരമോ ആശീർവാദമോ ഇല്ലാതെ നമ്മുടെ കോട്ടയം രൂപതയിലെ സോക്കോൾഡ് അൽമായ സംഘടനകൾക്ക് സ്വതസിദ്ധമായ സ്വതന്ത്രമായ ഒരു തീരുമാനങ്ങൾ ഒന്നും തന്നെ എടുക്കാനായിട്ട് അവർക്കാവില്ല. ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേനും ഇതിനെതിരെ ശബ്ദിക്കണമെന്നുണ്ടെങ്കിൽ ഈ കോട്ടയം രൂപത മെത്രാൻ്റെ വീറ്റോ പവർ കൂടാതെ നമുക്ക് സ്വതന്ത്രമായി ജ്ഞാനായ കത്തോലിക്കരായിട്ടുള്ള കോട്ടയം രൂപത അംഗങ്ങളായിട്ടുള്ള ആളുകളെ അംഗങ്ങളാക്കിക്കൊണ്ട് ജനാധിപത്യ മര്യാദകൾ പാലിച്ചുകൊണ്ടുള്ള ഒരു സംഘടനയാണ് ജ്ഞാനായ കാത്തലിക് സൊസൈറ്റി. നമ്മുടെ കോട്ടയം രൂപതയിലെ വൈദികരും അല്ലെങ്കിൽ സ്തുതി പാഠകരും ഈ അടുത്ത ഇടയായിട്ട് കുറച്ച് നാളുകളായി തുടങ്ങിയിട്ട്, പക്ഷേ ഈ അടുത്ത ഇട ഇത് ഒന്നിനൊന്നിന് വർദ്ധിച്ചു വരികയാണ്. മറ്റൊന്നുമല്ല, അനാവശ്യങ്ങളും അനാശാസ്യങ്ങളും എന്തിന് അഴിമതിയും ഒക്കെ നടത്തുമ്പോൾ കക്കരുത്, കൊല്ലരുത്, കള്ളസാക്ഷ്യം പറയരുത്, അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുത്, ഇങ്ങനെയുള്ള കുറേ ദൈവകൽപ്പനകൾ നമ്മുടെ തന്നെ വൈദികരും ഈ സ്തുതിപാഠകരുമൊക്കെ ചെയ്യുമ്പോൾ അതിനെതിരെ തീർച്ചയായിട്ടും
നടപടിയെടുക്കണം. ആ നടപടിയെടുക്കുന്നതിന് പകരം ഈ കുറ്റവാളികളെ സംരക്ഷിക്കുന്ന ഒരു പ്രവണതയിലേക്ക് കോട്ടയം രൂപത തുടരെ നീങ്ങുകയാണ്. ഇതിനെതിരെ പല കാരണങ്ങൾ കാണിച്ചുകൊണ്ട് കോട്ടയം രൂപത മെത്രാന് ഫോർമലായിട്ട് കത്തുകൾ അയച്ചു. അതിനൊന്നും ഒരു മറുപടിയില്ല. എന്നാൽ ഒന്ന് നേരിട്ട് കണ്ട് സംസാരിച്ച് ഈ കാര്യങ്ങൾക്ക് ഒരു മറുകൃതി അല്ലെങ്കിൽ ഒരു പരിഹാരം ഉണ്ടാകേണ്ടതല്ലേ എന്ന് ചോദിക്കാനായിട്ട് അപ്പോയിൻമെൻറ്റ് ചോദിച്ചു. അപ്പോൾ അതും നിരസിക്കുകയാണ് ഉണ്ടായത്. സഭാ നിയമങ്ങൾ ഒരിക്കലും ലോ ഓഫ് ലാൻഡിന് അതീതമല്ല. സാധാരണ മനുഷ്യർ ചിന്തിക്കുന്ന ആ ഒരു ക്രൈസ്തവ മൂല്യങ്ങൾ മുറുകെ പിടിക്കാനായിട്ട് നമ്മുടെ രൂപത അധികാരികൾക്ക് പ്രത്യേകിച്ച് കഴിയേണ്ടതാണ്. കാരണം ഞാനീ പറഞ്ഞ വ്യഭിചാരവും മോഷണവും അന്യൻ്റെ ഭാര്യയെ മോഹിക്കലും ദൈവകൽപ്പനകൾ ലംഘിക്കുന്ന പരിപാടി പാപമാണെന്ന് ഇവർ പറയുകയും ഇവർ കുമ്പസാരിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. അതുകൊണ്ട് ഈ കുമ്പസാരിപ്പിക്കുന്നവർക്കൊരു എക്സ്ട്രാ ഉത്തരവാദിത്വമുണ്ട്. സാമാന്യ മര്യാദയ്ക്ക് ജീവിച്ച് കാണിക്കുക എന്നുള്ളത്. ഈ അടുത്തയിടെ തോട്ടറപ്പള്ളി വികാരി ജോസ് ചക്കാലക്കൻ്റെ പുള്ളിയുടെ ഒരു അവിഹിത ബന്ധം, അത് വൈദികനായതുകൊണ്ടാണ് അവിഹിത ബന്ധമെന്ന് പറയുന്നത്. ഏതൊരു ജന്തുവിനും ഇണചേരാനുള്ള ത്വര അത് സാധാരണ ഉള്ളതാണ്, ദൈവം കൊടുത്തിട്ടുള്ളതാണ്. പക്ഷേ ഇതൊന്നും ചെയ്യരുതെന്ന് കുമ്പസാരിപ്പിക്കുന്ന ഒരു വൈദികൻ്റെ കേട്ടാലറയ്ക്കുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നു. അതിൻ്റെ കൃത്യമായ വിവരം വളരെ വിശദമായിട്ട് i2i ന്യൂസ് പുറത്തുവിട്ടു. അപ്പോൾ ആ വൈദികൻ പറയുന്നു അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കളിയാണ്. അങ്ങനെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കളിയാണ് എങ്കിൽ തീർച്ചയായിട്ടും i2i ന്യൂസിനെതിരെ കേസെടുക്കണം. അതല്ല എങ്കിൽ അച്ഛനെതിരെ നടപടിയെടുക്കണം. ഇങ്ങനെ ഏതാനും കുറേ വിഷയങ്ങൾ നേരിട്ട് കണ്ട് സംസാരിച്ച് ഒരു പ്രതിവിധി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ശ്രമിച്ചു നോക്കി, നടന്നില്ല. അവസാനം ഇങ്ങനെ ഒരു പ്രസ് കോൺഫറൻസ് വിളിച്ചു കൂട്ടേണ്ട നിവൃത്തികേട് സംഭവിച്ചു. മീറ്റിംഗ് കോൺഫറൻസ് തുടങ്ങുന്നതിന് മുൻപായിട്ട് ഞാൻ സ്വയം പരിചയപ്പെടുത്താം. എൻ്റെ പേര് അവറാച്ചൻ പുതിയടത്തുശ്ശേരിൽ, KCSൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. എൻ്റെ പേര് ജോമോൻ പ്ലാത്തോട്ടത്തിൽ. ഞാൻ KCSൻ്റെ ട്രഷററാണ്. എൻ്റെ പേര് M. സ്റ്റീഫൻ ജോസഫ്. ഞാൻ KCSൻ്റെ വൈസ് പ്രസിഡൻ്റാണ്. ഒന്ന് രണ്ട് വാക്കിലെ സ്വാഗതം ആശംസിക്കുന്നതിനായിട്ട് ഞാൻ പ്ലാത്തോട്ടത്തിനെ ക്ഷണിക്കും. ഇന്ന് ഇവിടുത്തെ മീറ്റിങ്ങിലേക്ക് എത്തിച്ചേർന്ന എല്ലാ മീഡിയക്കാർക്കും അതുപോലെ തന്നെ ജ്ഞാനായ സമുദായ സഹോദരങ്ങൾക്കും സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്ന കുറേ കാര്യങ്ങൾ അതിൻ്റെ എലാബറേഷൻ ഞാൻ തരാം. ഒപ്പം ജ്ഞാനായ സമുദായത്തിലും കോട്ടയം രൂപതയിലും വളരെയധികം സമുദായ സ്നേഹികളെയും സഭാസ്നേഹികളെയും ഒരുപോലെ വേദനിപ്പിച്ച ഒരു സംഭവം രാജപുരത്ത് നടന്നു. ചരിത്ര സ്മാരകം ആയ നമ്മുടെ തിരുക്കുടുംബ ദേവാലയം കല്ലിന്മേൽ കല്ലവശേഷിക്കാത്ത രീതിയിൽ അത് ഇല്ലാതെയാക്കി. അതിനെക്കുറിച്ച് കൂടുതൽ അതിൻ്റെ നാൾ വഴികളെക്കുറിച്ച് സംസാരിക്കുന്നതിനായിട്ട് ഞാൻ സ്റ്റീഫൻ ചേട്ടനോട് ആവശ്യപ്പെടുന്നു. സ്റ്റീഫൻ ജോസഫ് മുരിക്കുന്ന രാജപുരം. ഈ കാര്യത്തിൽ ഞാൻ തന്നെ വരാൻ കാരണം, ഞാൻ ഇപ്പോൾ രാജപുരം അടുത്ത് കാഞ്ഞങ്ങാട് താമസക്കാരനാണ്, ജ്ഞാനായക്കാരനാണ്. ഞങ്ങളുടെ ഫോറോന ദേവാലയം ഉണ്ടാക്കിയത് മലബാറിലേക്കുള്ള ആദ്യത്തെ പ്രേക്ഷിത കുടിയേറ്റം എന്ന് രൂപതകൾ പറയുന്നെങ്കിലും അന്ന് കഷ്ടപ്പാടിൻ്റെ ബുദ്ധിമുട്ടുകളിലെ കാലഘട്ടത്തിൽ രണ്ടാം ലോക മഹായുദ്ധ കാലത്തിൻ്റെ ആ ശേഷിപ്പുകളുടെ ഭാഗത്ത് ഭക്ഷണത്തിൻ്റെ കുറവ് കൊണ്ടും ജീവിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് മലബാറിലേക്കുള്ള ആദ്യത്തെ കുടിയേറ്റം നടന്നത്. കുടിയേറ്റം 1943
രൂപതയുടെ നേതൃത്വത്തിൽ തന്നെ 72 കുടുംബങ്ങളുടേതായിട്ട് സംഘടിപ്പിക്കപ്പെട്ടതാണ്. അന്ന് ആ കുടിയേറ്റം നടന്നപ്പോൾ അവിടെ കുറേ കാലമായിട്ട് ജനങ്ങളുടെ അന്നത്തെ പ്രാർത്ഥന ചെയ്യാനുള്ള ആ ത്വരയുടെ ഒരു ഭാഗമായിട്ട് അവിടെ ഒരു ദേവാലയം ഉണ്ടാക്കണം എന്നുള്ളത് എല്ലാവരുടെയും ഒരു ആഗ്രഹമായിരുന്നു. അങ്ങനെ ഈ തമിഴ്നാട്ടിൽ നിന്ന് വരെ ശില്പികളെ കൊണ്ടുവന്ന് കരിങ്കല്ലിൽ ഉണ്ടാക്കിയ ഒരു ദേവാലയമായിരുന്നു രാജപുരം തിരുക്കുടുംബ ദേവാലയം. അങ്ങനത്തെ ആ ദേവാലയത്തെ ഇവരുടെ സാധാരണ രീതിയിലുള്ള ഒരു നടപടിക്രമം രീതികൾ വെച്ച് അവർക്ക് എപ്പോഴും പുതിയ പുതിയ പള്ളികൾ പണിയണമെങ്കിൽ കോടിക്കണക്കിന് രൂപ ജനങ്ങളുടെ അടുത്തുനിന്ന് അവർ പിരിവ് നടത്തിയിട്ട് തരാത്തവരുടെ പേരിൽ കുടിശ്ശിക എഴുതി വെക്കും. അങ്ങനെ അവർ കല്യാണത്തിനോ അല്ലാത്തതിനോ പോയാൽ ആ കുടിശ്ശിക കിട്ടാതെ കല്യാണം നടത്തിക്കില്ല. അപ്പോൾ അങ്ങനെ അവരൊരു നടപടി നടത്തിയപ്പം അവിടുത്തെ ജനങ്ങൾ ഒട്ടാകെ, ഞാനടക്കമുള്ള ആൾക്കാർ അങ്ങനെയുള്ളൊരു കാര്യം ചെയ്യരുത്. കാരണം അന്ന് മരത്തിൻ്റെ തണലിൽ കിടന്നുറങ്ങുകയും മലമ്പാമ്പിനോടും മലമ്പരിയോടും എല്ലാം പടവെട്ടി കഷ്ടപ്പെട്ട് ജീവിച്ചൊരു കൂര പോലും ഇല്ലായിരുന്ന ജനങ്ങൾ അവരാദ്യം പണിയാൻ ശ്രമിച്ചത് ഒരു ദേവാലയമായിരുന്നു. അതിനുവേണ്ടി അകമഴിഞ്ഞ് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ആ ദേവാലയം അതൊരു സ്മാരകമായിരുന്നു. കാരണം മലബാറിലേക്കുള്ള ആദ്യത്തെ തിരുവിതാംകൂറിൽ നിന്ന് കുടിയേറ്റത്തിൻ്റെ സ്മാരകമായിരുന്ന അത് ഇവർക്ക് പെട്ടെന്ന് തല്ലിപ്പൊളിക്കാൻ പറ്റിയല്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് ജനങ്ങളുടെ ഹൃദയത്തിൽ ഉള്ള ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർ അതിനുള്ളൊരു പെർമിഷൻ വളരെ ഗോപ്യമായ ലെവലിൽ ജനങ്ങളിൽ നിന്ന് സമ്പാദിച്ചത്, നമുക്ക് മേൽക്കൂര ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് മുഖവാരം ചെറുതായിട്ടൊക്കെ ഒന്ന് മാറ്റാം എന്നൊക്കെ പറഞ്ഞ് ഒരു പൊതുയോഗത്തിൽ അങ്ങനെ അവതരിപ്പിച്ചിട്ടാണ് ജനങ്ങളിൽ നിന്ന് ഒരു പെർമിഷൻ എടുത്തത്. ജനങ്ങൾ ഒരിക്കലും ദേവാലയം പൊളിക്കാൻ സമ്മതിക്കില്ലായിരുന്നു. അതിന് അവർ ചെയ്തത് അവരുടെ കുറച്ച് ശിൽബന്ധികൾ, ഇപ്പം ഈ ചർച്ച് അല്ലെ ഈ കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം അവിടെ എപ്പോഴും അവർക്ക് ശിൽബന്ധികളുണ്ട്. കാരണം അവർ കുറേ നമ്മുടെ ഈ ആശുപത്രികൾ, ഈ പറയുന്ന കോളേജുകൾ, സ്കൂളുകളൊക്കെ പണ്ട് കാലം തൊട്ടേ ഈ സ്ഥാപിച്ചെടുത്തു. അന്നത്തെ കാരണവന്മാർ കല്ല് ചുവന്നും മണൽ ചുവന്നുമായി ഇതൊക്കെ ഉണ്ടാക്കിയത്. അന്ന് അവരത് ചെയ്യുന്നോടം വരെ അവരെപ്പോഴും പറയും അത് നമ്മുടെ പള്ളിയിൽ നിന്നും പറയും, അല്ലെ നമ്മുടെ സ്ഥാപനം എന്ന് പറയും. പണി തീർത്തു കഴിഞ്ഞാൽ പറയും ഞങ്ങളുടെ പള്ളിയിൽ നിന്ന്. അവരെപ്പോഴും അത് കഴിഞ്ഞ് അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുന്നവരാ. ഇന്ന് സഭ ഒട്ടാകെ അവർ എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ ഭാഗമായി അവർ മാനേജിങ് ഡയറക്ടേഴ്സും ലോഹയുടെ പോക്കറ്റിൽ എത്രയോ കോടികൾ കിലുക്കാൻ കഴിവുള്ള ആൾക്കാരായി. അവരതിൻ്റെ ഒരു സാധാരണ നടത്തുന്ന ഒരു നടപടിക്രമമായിട്ടാണ് അവരതിനെ കണ്ടത്. പക്ഷെ ജനങ്ങൾ അതിനെ ഒട്ടാകെ എത്തു. കാരണം അവരുടെ കാരണവന്മാരുടെ വിയർപ്പാണ്. ഇന്ന് അവർക്കൊക്കെ സൗകര്യങ്ങളൊക്കെ വർദ്ധിച്ചപ്പം കാരണവന്മാരെ പറ്റിയുള്ള അവരുടെ ഓർമ്മയാണത്. ആ സ്മാരകം കളയരുതെന്ന് വളരെയധികം വിഷമിച്ച് കഷ്ടപ്പെട്ട് അവരോട് പറഞ്ഞിട്ടും ചെയ്യാതിരുന്നിട്ട് അന്ന് കുർബാന നടന്ന ആ ഒരു ദേവാലയം ഒരു പുതുഞാറാഴ്ചയായിരുന്നു. അന്ന് നടന്ന ആ കുർബാന നടന്ന ദേവാലയം അന്ന് പൊതുയോഗം നടന്നു അതേ പള്ളി വെച്ചിട്ട്. എന്നിട്ട് ഈ ആൾക്കാർ പിരിഞ്ഞു പോയി ആരും ഇല്ലായിരുന്ന സമയത്ത് കുറച്ച് ശിൽബന്ധികളെ കൂട്ടി ഒരു JCBയും ഒരു ക്രെയിനും ഉപയോഗിച്ച് ഒട്ടാകെ പടപടയെന്ന് തല്ലിപ്പൊളിച്ചിട്ട് കല്ലുമ്മേ കല്ല് ശേഷിക്കാതെ ഉന്നിട്ട് നിരത്തിക്കളഞ്ഞു. JCB കൊണ്ട് അതിൻ്റെ ഒരു ബാക്കി സാധനം. കാരണം ഞങ്ങൾ ഈ ജ്ഞാനായക്കാരുടെ ഒരു പൊതു സ്വഭാവമാണ്. എന്തെങ്കിലും നമ്മൾ എവിടുന്നെങ്കിലും ആട്ടിപ്പായിക്കപ്പെട്ടാൽ അല്ലെ ബുദ്ധിമുട്ടിപ്പെട്ടാൽ അതിൻ്റെ സ്മാരകമായിട്ട് എന്തെങ്കിലും എടുത്ത് സൂക്ഷിക്കും. അപ്പോൾ ആ സ്മാരകം പോലും അത് പിന്നെ അവർക്ക് അതൊരു സ്മാരകമാവും, നാളത്തെ അവർക്കെതിരെ ഒരു ചിഹ്നമാവുമെന്ന് അവർ മനസ്സിലാക്കിക്കൊണ്ട് അതൊന്നും കിട്ടാത്ത ലെവലിൽ കരിങ്കല്ല് മാത്രം അവിടെ കൂട്ടിക്കെടി ഇട്ടിട്ടുണ്ട്. ബാക്കിയെല്ലാം അവർ നശിപ്പിച്ചു കളഞ്ഞു. അപ്പം എടുത്തിരുന്ന ഇവരുടെ ഈ പറഞ്ഞ ഇവർ എടുത്തിരുന്ന ഇതിൽ വ്യക്തമായിട്ടും ഇതിലുണ്ട് എലിവേഷൻ ഓഫ് ദ പ്രൊപ്പോസ്ഡ് റൂഫ് ചേഞ്ച് അഡീഷൻ ആൻഡ് ആൾട്രേഷൻ ഓഫ് ദി എക്സിസ്റ്റിംഗ് ഹോളി ഫാമിലി ചർച്ച് ബിൽഡിംഗ് നമ്പർ സോ ആൻഡ് സോ. ഇതിൻ്റെ കോപ്പി നിങ്ങൾക്ക് കള്ളാർ പഞ്ചായത്ത്
വെള്ളരിക്കുണ്ട് താലൂക്ക്, കാസർഗോഡ് ഡിസ്ട്രിക്റ്റ് എന്നും പറഞ്ഞാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. ഇതിലാണ് ഇവർക്ക് പെർമിഷൻ കൊടുത്തത്. അപ്പോൾ ടൗൺ പ്ലാനറും പഞ്ചായത്തും കൊടുത്ത പെർമിഷനെ അട്ടിമറിച്ചുകൊണ്ട് ഒരു 3-4 മണിക്കൂർ കൊണ്ട് ഇത് അടിച്ച് പൊളിച്ച് നിരത്തി. അപ്പോഴത്തേക്കും ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഞാൻ വീഡിയോ കാണിക്കാം. ജനങ്ങളുടെ ഒരു വികാര പ്രകടനം കാണണമെങ്കിൽ അതൊരു സംഭവമായി മാറി. ചെറുതായിട്ടൊന്ന് നിങ്ങൾക്ക് അവിടെ ഇരുന്നാലും കാണാം. കാണാൻ പറ്റുന്നുണ്ടോ? ഇത് മ്യൂസിക് പോട്ടെ, ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക. അതായത് ഇവർ ആ നിമിഷം കൊണ്ട് ഇവർ ഏറ്റവും പവിത്രമായിട്ട് കാണുന്ന ആ കുരിശിനെ അവർ ഇടിച്ച് നിരത്തി അടിച്ച് താഴ്ത്തിട്ട് കളഞ്ഞു. അത് ജനങ്ങളിലേക്ക് ഭയങ്കരമായ രോഷമുണ്ടാക്കി. അവർ വേണമെങ്കിൽ ഒരു ദേവാലയം, അത് ഫൊറോന ദേവാലയം ബാബറി മസ്ജിദ് തകർക്കുന്ന പോലെയാണ് ഇവരിത് തകർത്തത്. അപ്പോൾ അങ്ങനെ ഒരു ദേവാലയം തകർക്കണമെങ്കിൽ അതിൻ്റേതായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യാനുണ്ട്. അപ്പോൾ അത് ചെയ്യണമെങ്കിൽ അതിൻ്റെ പല ഈ ദൈവികമായ കാര്യങ്ങളും ബലിപീഠവും എല്ലാം വളരെ ശുശ്രൂഷകളോടുകൂടി മാറ്റേണ്ടതുണ്ട്. ഇതൊന്നും ചെയ്യാതെ ഇടിച്ച് നിരത്തുക അവർ ചെയ്തത്. അത് ജനങ്ങളിലേക്ക് ഭയങ്കരമായ വെറുപ്പും വിദ്വേഷവും ഉണ്ടാക്കി. ഇപ്പോൾ അത് കേസിലേക്ക് മാറി. ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത്, കുറച്ച് ശില്പന്തികളോടും എല്ലാവരോടും പറഞ്ഞത്, ഈ ദേവാലയം ഇടിച്ചു നിരത്തിയാൽ ഉടനെ ഞങ്ങൾ പണിയുന്ന, അപ്പം തന്നെ ഇവർ ഇടിക്കുമെന്നുള്ള ഒരു ബോധ്യമുള്ളത് കൊണ്ട് ജനങ്ങൾ അപ്പം തന്നെ കേസിന് പോയായിരുന്നു. അപ്പോൾ കേസിനെ വെല്ലുവിളിച്ചുകൊണ്ട് സബ്ജക്റ്റ് മാറ്റർ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഇവർ ഇടിച്ചു നിരത്തിയത്. അപ്പോൾ സബ്ജക്റ്റ് മാറ്റർ ഇല്ലാതാവുമ്പോൾ കേസ് തീരും എന്ന് അവർ വിശ്വസിച്ചു. അവർക്ക് വക്കീൽ ഒപ്പീനിയൻ കിട്ടി. പക്ഷേ വീണ്ടും കേസ് പുനരാരംഭിച്ചു. ഇപ്പം അവർക്ക് പണിയാൻ മേലാത്ത അവസ്ഥയായി. അവർ പോയിട്ടിപ്പം കാണുന്ന എല്ലായിടത്തും, ഈവൻ അടുത്ത മന്ത്രിയെ വരെ സ്വാധീനിച്ചു. പലരെയും സ്വാധീനിക്കാൻ വലിയ ആൾക്കാരെ, ഇപ്പം മന്ത്രിമാരെ അല്ലാത്തവരെ എല്ലാം സ്വാധീനിച്ച് എങ്ങനെയെങ്കിലും ഇവർക്കത് നിർമ്മിക്കാൻ കഴിയുമെന്ന് അവർ നോക്കുന്നു. പക്ഷേ ഇപ്പം നടക്കുന്നില്ല. ജനങ്ങൾ ആ ലെവലിലേക്ക്, ഇപ്പം ഇതിലേക്കൊക്കെ വരുന്ന നാൾ വഴികൾ ചെറുതായിട്ട് പറയേണ്ടതുണ്ട്. കാരണം ഈ എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ ഭാഗമാകുന്നതിൻ്റെ ഒപ്പം ഇവർ 10-12 കൊല്ലം വൈദിക പട്ടം പഠിച്ചു കഴിയുമ്പോൾ ഇവർക്കൊരു കാര്യം മനസ്സിലാവും. പ്രപഞ്ചത്തിൻ്റെ വ്യാപ്തി വെച്ച് നോക്കിയാൽ ഈ മതങ്ങളുടെ സ്ഥാനത്തിനൊന്നും ഇന്നത്തെ കാലത്ത്, ഇപ്പം ഫിൻലാൻഡല്ല, ഈ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളെല്ലാം മതങ്ങളെ നിരാകരിച്ച് മനുഷ്യബന്ധങ്ങൾക്കും സ്നേഹത്തിനും പ്രാധാന്യം കൊടുക്കുക. അപ്പം അവിടെ ഏറ്റവും നല്ല അന്തരീക്ഷവും മനുഷ്യനിൽ ഏറ്റവും സന്തോഷം ഉളവാക്കുന്ന ജീവിതവും ഭൂട്ടാനിലും ഇങ്ങനെയുള്ള ഈ രാജ്യങ്ങളിലേക്ക് മാറുന്നതായിട്ടാണ് കാണുന്നത്. യൂറോപ്പ് മുഴുവൻ ആ രീതിയിലേക്ക്, ചർച്ചുകൾ മുഴുവൻ ഇപ്പം അവരുടെ സാമൂഹിക ആവശ്യങ്ങൾക്കായിട്ട് അവർ ഉപയോഗിക്കുക. ഈവൻ അവിടെ ബാറ് വരെ നടക്കുക. അപ്പം പൊതുവിൽ ആ ഒരു പ്രപഞ്ചത്തെപ്പറ്റി സയൻറ്റിഫിക്കായിട്ട് കാര്യങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലായപ്പം അന്നത്തെ കാലത്ത് യേശു ക്രിസ്തു എന്ന നല്ല മനുഷ്യൻ കൃത്യമായിട്ട് നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുക എന്ന് പഠിപ്പിച്ചു. അതല്ലാതെ യേശു ക്രിസ്തു ഒരു മതമൊന്നും സ്ഥാപിച്ചിട്ടില്ല. പിന്നീട് വന്ന ആൾക്കാർ അവരുടെ ആവശ്യത്തിന് വേണ്ടിയാണ് മതമായിട്ടൊക്കെ ഇതിനെ രൂപവൽക്കരിച്ചത്. അപ്പം ഇന്ന് പണസമ്പാദനത്തിനുള്ള ഒരു കാര്യമായിട്ട് മാറുകയും ഇവർ പണത്തിൻ്റെ മേൽ അഭിരമിച്ച് ജീവിച്ചപ്പോൾ ഇന്ന് അവർക്ക് ഭയങ്കരമായ 25,000 കോടിയുടെയൊക്കെയാണ് ജലന്ധർ രൂപത. അപ്പം ഫ്രാങ്കോ ബിഷപ്പിനൊക്കെ ആ ധൈര്യം വരുന്നത്, ആരെയും കയറി സ്ത്രീകളെ, ഒരു കന്യാസ്ത്രീയെ പോലും കയറി പീഡിപ്പിക്കാവുന്നുള്ള ആ ധൈര്യം വരുന്നത് ഇവരുടെ ദൈവവിശ്വാസമില്ലായ്മയാണ്. അതുതന്നെയാണ് പല തരത്തിലുള്ള അട്രോസിറ്റീസിലേക്കും ഇവരെ നയിക്കുന്നത്. ഇപ്പം അവസാനം കോവിഡ് വന്നപ്പോഴത്തേക്ക് ഇതെല്ലാം എല്ലാ മത നേതാക്കന്മാരും മാളത്തിലൊളിച്ചു, ആരെയും പുറത്ത് കാണാനില്ല. അന്ന് ഇവർ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ TV കിട കുർബാന കൈക്കൊണ്ടാൽ മതി, TV കിട കാണേണ്ട ആവശ്യമുള്ളൂ, നിങ്ങളുടെ ദേഹം മരിച്ചു കഴിഞ്ഞാൽ ദഹിപ്പിക്കാൻ വിട്ടുകൊടുത്താൽ മതി എന്ന്. അതിപ്പം ജനങ്ങൾ ഏറ്റുപറയുക. കാരണം ഈ ദഹിപ്പിക്കാൻ വിട്ടുകൊടുത്താൽ മതി, പള്ളിയിലടക്കിൻ്റെ കാര്യം ആവശ്യമില്ല എന്ന് പറയും. ഇപ്പം ഞാൻ എൻ്റെ വിൽപത്രത്തിൽ ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു,
എൻ്റെ ദേഹം മരിച്ചു കഴിഞ്ഞാൽ ദഹിപ്പിക്കാൻ കൊടുത്താൽ മതി. സ്വർഗ നരകങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും ഇന്ന് പ്രസക്തമല്ലാതായിരിക്കുന്നു. ചെറുതായിട്ട് പറഞ്ഞു നിർത്തുക. ഇവരുടെ സാമ്പത്തിക ലാഭം അതിലേക്ക് മാത്രം കൈകൊന്നുന്നു. ഇപ്പം റോബിൻ എന്നൊരച്ഛൻ പണ്ട് ഒരു പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ പീഡിപ്പിച്ച് ഇതാക്കി, എന്നാ പറയുന്നത്, ഗർഭിണിയായി കഴിഞ്ഞപ്പോൾ റോബിൻ എന്താണ് ചെയ്തത്? നേരെ പെണ്ണിൻ്റെ അപ്പനെ കൊണ്ട് ആ ഗർഭത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുപ്പിക്കുകയാണ്. അഭയ കേസ് അത് ഇന്നും റോബിൻ അച്ഛൻ ജയിലിലാണ് കഴിയുന്നത്. അത് കൂടാണ്ട് അഭയ കേസിൽ നിങ്ങളുടെ മുമ്പിലുള്ള കേസുകളാണ് മാത്രം. അതില്ലാതെ ഇപ്പം ഈ പള്ളികളെ സംബന്ധിച്ചിടത്തോളം ഒരു 10 കേസ് പുറത്തു വന്നു കഴിഞ്ഞാൽ 1000 കേസ് അകത്ത് നടക്കുന്നുണ്ടെന്നുള്ളതാണ് ഇതിന് സത്യം. കാരണം അതിനെപ്പോഴും ഒരു ചട്ടക്കൂടുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ അഭയ കേസിൽ ഞാനൊക്കെ ആദ്യം ഈ ഒരു ജ്ഞാനായക്കാരനായതിൻ്റെ പേരിലും ജ്ഞാനായ അച്ഛന്മാരും കന്യാസ്ത്രീ ഉൾപ്പെട്ടതിൻ്റെ പേരിലും ഞാനൊക്കെ ആദ്യം എല്ലാവരോടും പറഞ്ഞു, ഒരച്ഛന് കുർബാന ഡെയിലി കൈകളിൽ എത്തുന്ന ഒരച്ഛൻ എങ്ങനെയാണ് ഒരു കന്യാസ്ത്രീയെ കോടാലി മാട് കൊണ്ട് അടിച്ചു കൊല്ലാൻ കഴിയുന്നത്? അതൊരിക്കലും സംഭാവ്യമല്ല, നടക്കുകയില്ല എന്ന് ഞാൻ പറഞ്ഞ് എല്ലാവരെയും ഇതിൽ നിന്ന് പിന്തിരിപ്പിച്ച ആളാണ്. പിന്നീട് കേസ് തെളിഞ്ഞു ഇവരിത് ചെയ്തു എന്ന്. അങ്ങനെയാണല്ലോ ശിക്ഷിക്കപ്പെട്ടത്. അത് കഴിഞ്ഞ് ആലഞ്ചേരി ആർച്ച് ബിഷപ്പ് ഭൂമി കുംഭകോണം, അത് കഴിഞ്ഞ് എന്തെല്ലാം തരം കേസുകളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം വന്നിരിക്കുന്ന ഒരു പ്രധാന പ്രശ്നം അതുകൊണ്ടാണ് ഇവിടെ വരുന്നത്. ഇന്ന് വരെ അവർ പറഞ്ഞു ഒരു കാര്യവും നിങ്ങൾ പുറത്ത് പറയരുത്, പുറത്ത് പറഞ്ഞാൽ അത് മലർന്നു കിടന്ന് തുപ്പുന്നതിൽ തുല്യമായിരിക്കും. കാരണം ജ്ഞാനായ സമുദായത്തിനൊരു കെട്ടുറപ്പുണ്ട്. ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിൽ ജ്ഞാനായക്കാരുണ്ട്. ഞങ്ങൾ എപ്പോഴും പണ്ട് കാലം തൊട്ട് AD 345 തൊട്ടുള്ള മനുഷ്യരാ ഇവിടെ ഈ രാജ്യത്ത് കുടിയേറി പാർത്തവരാ. ഇന്ന് ഞങ്ങൾക്ക് തമ്മിൽ അഭേദ്യമായ ഒരു ബോണ്ടേജും സ്നേഹവും ഉണ്ട്. അപ്പം ഇവരും നമ്മളെ അത് പറഞ്ഞ് പേടിപ്പിച്ചു. അതായത് സ്വർഗ നരകങ്ങൾ പറഞ്ഞ് പേടിപ്പിക്കുന്നതിനൊപ്പം അവർ പറഞ്ഞു, ജ്ഞാനായ സമുദായ അംഗമായ നിങ്ങൾ ഒരച്ഛനും മജ്ജയും മാംസവുമുണ്ട്, അവരും ചിലപ്പം ചില തെറ്റുകൾ ചെയ്തു പോകാം. അപ്പം നിങ്ങൾ ഞങ്ങളെ എല്ലായിടത്തും പബ്ലിക് മാധ്യമങ്ങളിൽ അല്ല പുറത്തിതൊന്നും പറയരുത്, മലർന്നു കിടന്ന് തുപ്പുന്നതിന് തുല്യമായിരിക്കും അതെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങളിപ്പം മനസ്സിലാക്കുന്നത് അത് പറഞ്ഞ് ഞങ്ങളെ ഭീഷണിപ്പെടുത്തിയിരിക്കുന്ന ആ പൗരോഹിത്യത്തിന് എതിരെ ഞങ്ങൾക്ക് പറയാതിരിക്കാൻ പറ്റാത്ത, ഇപ്പം ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് പറയുന്നത്, ഫോർത്ത് എസ്റ്റേറ്റായ നിങ്ങൾ ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നന്മകൾ ചെയ്തു തരണം എന്നൊന്ന് അഭ്യർത്ഥിക്കുക. കോടതികളും ഫോർത്ത് എസ്റ്റേറ്റും ഉള്ളൂ ഇനി ഞങ്ങൾക്കൊരു സഹായത്തിനുള്ളൂ. കാരണം ഇവർക്ക് എത്രയോ വലിയ കോടികൾ, ഇപ്പോൾ അഭയ കേസ് 25 കൊല്ലം ഒരു ക്രിമിനൽ കേസ് കൊണ്ടുവരുന്നവർ, അതായത് പറയുന്ന എന്താണെന്ന് വെച്ചാൽ ഏകദേശം 10-50 കോടി രൂപയെങ്കിലും ജ്ഞാനായ സമുദായത്തിന് ജനങ്ങൾ നേർച്ചപ്പെട്ടിരുന്ന പൈസ ഇവരെടുത്ത് ചെലവഴിച്ച് കാണുമെന്ന് ജനങ്ങൾ പറയുന്നത്. തെളിവൊന്നുമില്ല. ഇവരോട് ചോദിച്ചാൽ ഞങ്ങളൊന്നും മുടക്കിയിട്ടില്ലെന്നേ പറയുള്ളൂ. എങ്കിൽ ഇവരെങ്ങനെയാണ് ഇത്രയും കാലം ക്രിമിനൽ കേസുകൾ മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരു ചോദ്യമാണ്. അപ്പം ഞാൻ പറയുന്നത് ഇവരുടേതായിട്ടുള്ള ലോകം പടുത്തുയർത്തുന്നു. ഞങ്ങളെപ്പോഴും ഇവരുടെ മുമ്പിൽ ആശ്രിതരായിട്ട് നിൽക്കുന്നു. ഞങ്ങളെപ്പോഴും ഇവർ നിയമനം വേണമെങ്കിൽ ഇവരുടെ അടുത്ത് ചെല്ലണം, ഇവരുടെ പോക്കറ്റിലിടണം, അല്ലെങ്കിൽ അഡ്മിഷൻ വേണമെങ്കിൽ എപ്പോഴും ഇവരുടെ അടുത്ത് പോകണം, ഇവരുടെ പോക്കറ്റിലിടണം, എന്നാലേ കിട്ടൂ എന്നുള്ള ഒരു അവസ്ഥ. ഇവർ ധാർഷ്ട്യത്തിൻ്റെ അങ്ങേയറ്റമായപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ ലേറ്റസ്റ്റ് കേസിൽ വന്നിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഒരു കാര്യം കൂടെ നിങ്ങളോട് കാണിക്കാം. അതായത് ഞാൻ പറയുന്നു, ഞങ്ങൾക്ക് ഈ സമുദായത്തിന് ഒരു നന്മയുടെ ഭാഗമുണ്ട്, ഒരു ട്രഡീഷനുണ്ട്. കാരണം ഞങ്ങൾ ആയ കാലം തൊട്ട് നമ്മുടെ നൃത്തം ഏതാണ്, നമ്മുടെ മാർഗംകളി നൃത്തം, ഇവിടെ എല്ലാത്തിലും പഠന വിഷയമായ മാർഗംകളി നൃത്തം വരെ ആവിഷ്കരിച്ചത് ഈ ജ്ഞാനായ സമുദായമാണ്. ആ മാർഗംകളിയൊക്കെ നൃത്തങ്ങൾ പോലെയുള്ള പല നൃത്താവിഷ്കാരവും ചെയ്യുന്ന ഈ ജ്ഞാനായ സമുദായം ഓരോ കല്യാണത്തിനും അല്ലാത്തതിനും ഞങ്ങൾക്ക് പരമ്പരാഗതമായ രീതികളുണ്ട്. ഇപ്പം ഞാനൊരു പട്ടാളക്കാരനാണ്, റിട്ടയേർഡ് ആളാണ്. പക്ഷേ ഞങ്ങളുടെ ഇടയിൽ ചീഫ് സെക്രട്ടറി വരെ ഉണ്ടായിട്ടുള്ള ആൾക്കാരുണ്ട് ഞങ്ങളുടെ ഇടയിൽ. അതുകൂടാണ്ട് പട്ടാളത്തിലെ ഏറ്റവും നല്ല പോസ്റ്റുകൾ അലങ്കരിക്കുന്നവരും ഞങ്ങൾക്കെതിരെ അങ്ങനെ ഒരു പ്രോബ്ലം ഒന്നും ഒരു ആൾക്കാരും പറയാറില്ല. ഞങ്ങൾ ജ്ഞാനായ സമുദായ അംഗങ്ങൾ ഇതുപോലെയുള്ള നന്മകളും ഒരു നല്ല രീതികളും നല്ല പാരമ്പര്യങ്ങളും കാത്തു സൂക്ഷിക്കുകയും കൊണ്ടു നടക്കുകയും ചെയ്യുന്ന ഞങ്ങളെ സമൂഹ മാധ്യമങ്ങളിലും സമൂഹത്തിലും ഇകഴ്ത്തിക്കാണിക്കുന്ന ഈ പൗരോഹിത്യ വർഗം ഇവർ ചെയ്യുന്ന അകൃത്യങ്ങൾ കാരണം അത് മുഴുവൻ ഞങ്ങളുടെ തലയിലാകുന്നു.
ഞങ്ങളുടെ സമുദായം നിലനിർത്താനും നമ്മുടെ സമുദായത്തിൽ സ്നേഹം ഉറപ്പിക്കാനും ഊട്ടി ഉറപ്പിക്കാനും വേണ്ടി ഞങ്ങളെ മക്കളെ പഠിപ്പിച്ച് നല്ല രീതിയിൽ കൊണ്ടുപോകുമ്പോൾ പൗരോഹിത്യത്തിൻ്റെ ആവശ്യം എന്താണെന്നറിയോ? അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇത് കഴിയുമ്പോൾ, ആ ഒരു ജീവിതം കഴിയുമ്പോൾ അവർക്ക് മക്കളില്ലാത്തത് കൊണ്ട് മാത്രം അവർ ഇല്ലാതാവുമ്പോൾ അവർക്ക് അടുത്ത തലമുറയെപ്പറ്റി യാതൊരു ചിന്തയില്ല. അതാണ് അവരുടെ പ്രശ്നം. അവരുടെ സംബന്ധിച്ച് ജീവിച്ചിരിക്കുന്ന കാലത്ത് കിട്ടാവുന്നത്ര അംശവടികളും തലപ്പാവുകളും തൊപ്പികളും എല്ലാം കൂട്ടണം. അവർക്ക് കിട്ടാവുന്നത്ര മെത്രാന്മാരെയും പല വികാരി ജനറൽ അല്ലാത്തപ്പം കുറേ രൂപതകളായി കിട്ടുക എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം. ഇവരതുകൊണ്ട് തന്നെ ഞങ്ങളെ കൊണ്ടുപോയി സീറോ മലബാറിൽ കൂട്ടിച്ചേർത്ത് ഞങ്ങളെ ഇല്ലാതാക്കാനുള്ള പരിപാടിയാണ് ഇവർ ചെയ്യുന്നത്. അതിനെ ഞങ്ങൾ ശക്തിയുക്തം പണ്ടുകൊട്ടേ എതിർക്കുക. അപ്പം ഞങ്ങൾ പറയുന്നു ഞങ്ങളുടെ സമുദായം നിലനിൽക്കണം. ഞങ്ങൾ ആർക്കും എതിരല്ലല്ലോ, എല്ലാവരോടും നന്മ മാത്രമല്ലേ പറയുന്നത്. ഞാൻ ഉഴവൂരിന്ന് ജന്മം കൊണ്ട ആളാണ്. ഞങ്ങൾക്ക് രാഷ്ട്രപതിയായിരുന്ന KR നാരായണൻ സാർ എപ്പോഴും നാരായണൻ സാറായിരുന്നു. ഞങ്ങൾക്ക് അദ്ദേഹത്തെ കാരണം ബൗദ്ധിക നിലവാരം കൂടുതലുള്ള ആളെ ഞങ്ങൾ ബഹുമാനിക്കുന്നവരാ. ഞങ്ങൾ എല്ലാവരെയും കൂടെ ചേർത്ത് പിടിക്കുന്ന ഇതാണ് ജ്ഞാനായ സമുദായത്തിൻ്റെ പൊതുശൈലി. അപ്പം ഞങ്ങൾക്ക് ആരെയും പുച്ഛമോ മോശക്കാരാക്കുന്നില്ല. ഞങ്ങൾക്ക് പക്ഷേ ഞങ്ങളുടേതായിട്ടുള്ള പാരമ്പര്യങ്ങളും അന്തസ്സും കാത്തു സൂക്ഷിക്കുന്നതിൽ ഇവരെ പോലെയുള്ള ഈ വൈദികർക്ക് അത് വേണ്ട. കാരണം അവർക്ക് ഇതിനെ ഇല്ലാതാക്കുമ്പം സീറോ മലബാറിൽ കൊണ്ട് ഞങ്ങളെ ലയിപ്പിക്കുക. അങ്ങനെ വരുമ്പം അവർക്ക് കുറേ പട്ടങ്ങൾ കൂടുതൽ കിട്ടും. അതാണ് ഇവരുടെ ഉദ്ദേശം. അധികാരാവകാശങ്ങളും ഇവരിപ്പം സന്യാസം സ്വീകരിച്ചവരാന്ന് ഒരു ഭാഗത്ത് പറയുകയും, സന്യാസം സ്വീകരിച്ച് ഇവർ മുട്ടയിലഴിഞ്ഞു പോയിട്ട് സന്യാസം സ്വീകരിച്ചു കഴിയുമ്പോൾ ഇവരുടെ മുടി മുറിക്കുക. ഇഹലോക ജീവിതത്തിൽ നിന്ന് ഇവർക്ക് മാറ്റം വരുക. ഈ സന്യാസം ഇവർ ഒരു ഭാഗത്ത് പറയും, വേറൊരു ഭാഗത്ത് ഇവർ പറയുന്നതന്നെ ഞങ്ങളും മജ്ജയും മാംസവും ഉള്ള ആൾക്കാരാണ്. അപ്പോൾ ഇവർക്ക് ഈ പണി ചെയ്യണമെങ്കിൽ ഇപ്പം അടുത്ത കാലത്ത് നടന്ന ഞങ്ങളുടെ സമുദായത്തിൽ തന്നെ 2 വനിതകൾ കുടുംബങ്ങളോടടക്കം പോയി, ഒരാൾ ട്രെയിനിൽ ചാടി മരിച്ചു. നോക്കണം, ഇവരുടെ അകൃത്യങ്ങൾ അതിനകത്ത് നന്നായിട്ട് പറയപ്പെടുന്നു. കാരണം കാരിത്താസിൽ ഒരു ജോലിക്ക് വേണ്ടി പലവട്ടം ശ്രമിച്ചിട്ട് കൊടുക്കാതിരുന്ന കാരിത്താസ് ഈ കോട്ടയം രൂപതയുടെ സ്ഥാപനം. അതുകൂടാണ്ട് പല രീതികളിലും പലപ്പോഴും ജനങ്ങളെ പീഡിപ്പിക്കുന്ന ഈ പരിപാടിയിൽ നിന്ന് ഇവർ പിന്മാറി. ഇവർ പണ്ടത്തെ കാലത്തെ അച്ഛന്മാരുടെ കൂട്ട് സ്നേഹത്തോടുകൂടി ഞങ്ങളെ കരുതലോടുകൂടി കൊണ്ടുകിടന്നാൽ ഞങ്ങൾ ഇവരെ മഞ്ചലയിലേറ്റ് നടത്തിയിരുന്നവരാ. ഉഴവൂർ പള്ളിയുടെ നടയിൽ അന്ന് തറയെ പിതാവിനെ ഞങ്ങൾ മഞ്ചലയിലായിരുന്നു എടുക്കുന്നത്. അങ്ങനത്തെ ഒരു ജ്ഞാനായ സമുദായം അവനവൻ്റെ മത്രാന്മാരെയും അച്ഛന്മാരെയും പൊന്നുപോലെ കൊണ്ടുകിടന്ന ആ സമുദായം ഇന്ന് ഒട്ടാകെ ഇവർക്കെതിരെ തിരിച്ചിരിക്കുക. കഴിഞ്ഞ ഇലക്ഷനിൽ 5 ഈ ഭാഗത്തോട്ടുള്ള 5 ഫോറോന പ്രസിഡന്റുമാർ റിബലായിട്ട് നിന്ന് മത്സരിച്ച് ജയിച്ചു. അതായത് ഇവിടെയുള്ള എത്രയാണ് ടോട്ടൽ ഈ ഭാഗത്തുള്ളതിൽ 7 ഫോറോനയിലെ 5 ഫോറോനയും ഇവിടെ ജയിച്ചു കഴിഞ്ഞു, തൂത്തുവാരി. പിന്നെ മലബാറിലെ പാവങ്ങളായിട്ടുള്ള കുറച്ച് ജനങ്ങൾ അവരെ പറഞ്ഞ് പേടിപ്പിച്ചിരിക്കുന്നത് ഇവരുടെ ആശീർവാദം കിട്ടിയില്ലെങ്കിൽ അവർ സ്വർഗത്തിൽ പോവുകയല്ല, സ്വർഗവും നരകവും പറഞ്ഞ് പേടിപ്പിക്കലാണ് ഇവരുടെ പരിപാടി. ഇന്ന് ജനങ്ങളെല്ലാം പൊതുവിൽ ഒട്ടാകെ വാട്സപ്പിലും യൂട്യൂബിലും എല്ലാവരും കാണാൻ തുടങ്ങി. ഇവരുടെ കോവിഡ് ഇതിന് നിദാനവുമായി. അപ്പോൾ ഇവർക്ക് തോന്നിയ പോലെ ഇനി പ്രവർത്തിക്കാൻ പറ്റിയല്ല. കോടതികൾ വളരെ ശുഷ്കാന്തിയോടുകൂടി കാര്യങ്ങളിൽ ഇടപെടാൻ തുടങ്ങി. അത്രയേ ഉള്ളൂ എനിക്ക് പറയാനുള്ളൂ. അത് കാരണം ഇവർ ഈ സമുദായത്തിൻ്റെ ഉത്തരവാദിത്വം ആണ് ഇവർ ഇപ്പം ജനങ്ങൾ പറയുന്നതിനെന്താ, ജ്ഞാനായ സമുദായം ശരിയല്ല. കാണുന്നിടത്തെല്ലാം നിങ്ങൾ കാണണ്ടല്ലോ, സെൻറ്റ് റമി എന്ന് പറഞ്ഞ മദ്യം എടുത്തുകൊണ്ട് പോയിട്ട് പൊതുമുതൽ നശിപ്പിക്കുന്ന അച്ഛൻ, മദ്യപിച്ച് ലക്ക് കെട്ട്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ. ഇപ്പം അടുത്ത് തന്നെ വേറൊരു ചെറുകര അച്ഛൻ്റെ കാര്യവുമുണ്ട്. അത് ക്രിമിനൽ കേസായിട്ടുണ്ട്, നമ്പറായിട്ടുണ്ട്, അതും ഇവിടെ ഉണ്ട്. ഇങ്ങനെയുള്ള കുറേ ഗുലുമാലുകൾ ഇതെല്ലാം സമുദായത്തിൻ്റെ മേൽ അടിച്ചേൽപ്പിക്കുന്ന തെറ്റായ രീതിയാണ്. ഒന്നുകിൽ ഈ അച്ഛന്മാർ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർ അവർ കല്യാണം കഴിക്കട്ടെ എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. പിന്നെ ശ്രേഷ്ഠനായിട്ടുള്ള ഒരാൾ മെത്രാൻ, അയാൾ സ്വയം ഷണ്ടനായിട്ട്, കാരണം ബൈബിളിൽ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്, ശരിയായിട്ടുള്ള ഇത് വേദപുസ്തക പാരായണം നടത്തുകയും മനുഷ്യനെ നന്മയിലേക്ക് ആനയിക്കുകയും ചെയ്യാൻ ആഗ്രഹിക്കുന്ന മെത്രാൻ ഷണ്ടനായിരിക്കണം. അവൻ കല്യാണം കഴിക്കാൻ പാടില്ല. അങ്ങനെയുള്ള ആൾക്കാർ മാറി നിന്ന് ബാക്കി അച്ഛന്മാർക്ക് ഇതിനോട് താല്പര്യം കൂടുതലുള്ളവർ അവർ കല്യാണം കഴിക്കട്ടെ, അവർ കല്യാണം കഴിച്ചിട്ട് ന്യായമായ രീതിയിൽ ജീവിക്കട്ടെ. അതിന് നമ്മളാരും എതിരല്ല. പക്ഷേ
ഇത് അപ്പുറമല്ല ഇപ്പുറമല്ല നിന്നിട്ട് ഞങ്ങളെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നത് ശരിയല്ല. ഞങ്ങളുടെ സമുദായത്തെ ഇല്ലാതാക്കുകയും മോശക്കാരായിട്ട് സമൂഹത്തിൽ ചിത്രീകരിക്കുന്ന രീതിക്കെതിരെയാണ് ഈ പത്രസമ്മേളനം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക. താങ്ക് യു സ്റ്റീഫൻ. സോറി, അധികം ദീർഘിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. കൺക്ലൂഡ് ചെയ്യുകയാണ്. ഞാൻ ഒരിക്കൽ കൂടി പറയാം, പ്രസ് കോൺഫറൻസ് നടത്തുമ്പോൾ എപ്പോഴും ഫാക്റ്റ് ബേസ്ഡ് ആയിട്ട് തന്നെ പറയണമല്ലോ. അതിന് അത്രയും അത്യാവശ്യം അറിവുള്ളതുകൊണ്ട് ഞങ്ങളെ കൊണ്ടാകാവുന്നതുപോലെ ഫാക്റ്റ് ബേസ്ഡ് ആയിട്ട് മാത്രമുള്ള കാര്യങ്ങളാണ് പ്രസ് കോൺഫറൻസിൽ പറയുന്നത്. ഈ പ്രസ് കോൺഫറൻസിൽ ഇതൊക്കെ പറയാൻ കാര്യം ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഗതികേട് കൊണ്ടാണ്, നിവൃത്തികേട് കൊണ്ടാണ്. ഞങ്ങൾ നേരിട്ട് സംസാരിക്കാൻ നോക്കിയിട്ട് നടന്നില്ല. അപ്പോൾ ഇനിയെങ്കിലും നമ്മുടെ ആളുകൾ, നായനായ സമുദായത്തിലുള്ള കോട്ടയം രൂപതാംഗങ്ങൾ പ്രത്യേകിച്ചും അറിയാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ഒരവസരം ഉണ്ടാക്കേണ്ടതായിട്ട് വന്നത്. ഈ അഴിമതി, അനാശാസ്യം എന്നിവ ചെയ്യുന്ന വൈദികരുടേത് രൂപത, അവരോടുള്ള ആ രൂപത സ്തുതിപാഠകരെ ഉണ്ടല്ലോ, അവരെ സംരക്ഷിക്കുവാനുള്ള ഈ ശ്രമം ഇത് നിർത്തണം. അതുപോലെ ഇവരെ വിമർശിക്കുന്നവർക്കെതിരെ ഇവർ കേസ് കൊടുക്കും. ഈവൻ വാട്സപ്പിൽ പോലും ഇവരെ വിമർശിച്ചു കഴിഞ്ഞാൽ സൈബർ സെല്ല് വഴി കേസ് കൊടുക്കാൻ ഇവർക്ക് നല്ല കഴിവാണ്. ഇപ്പം സ്റ്റീഫൻ ചേട്ടൻ കുറച്ചൊക്കെ എല്ലാം പറഞ്ഞു കഴിഞ്ഞു. അഭയ കേസിൻ്റെ കാര്യം ഓൾറെഡി പറഞ്ഞു. പിന്നെ ഈ ഒരു ദാരിദ്ര്യം, ബ്രഹ്മചര്യം, അങ്ങനെയുള്ള കുറേ വ്രതങ്ങളുണ്ടല്ലോ ഇവർക്ക്, അനുസരണ, ഇതെല്ലാം ഭയങ്കര വ്രതങ്ങളെടുക്കുന്ന വൈദികർ ആണെങ്കിൽ ഈ പിണർക്കയിൽ അച്ഛന് ഈ കോടികൾ എങ്ങനെയാണ് കിട്ടിയേ നോട്ടരട്ടിക്കാൻ? ചോദിക്കണ്ടേ, തിരക്കണ്ടേ? ഇത് രേഖാമൂലം മെത്രാനച്ചനോട് ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും അഡ്രസ്സ് ചെയ്യാനോ ഉത്തരം പറയാനോ ഒന്നും മെത്രാൻ തയ്യാറല്ല. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇത് നമ്മുടെ സമുദായം മറ്റുള്ളവരുടെ മുമ്പിൽ എളിപ്പരാവുകയാണ് എന്നത് അറിയിക്കാനാണ് അപ്പോയിൻമെൻറ്റ് ചോദിച്ചത്. തന്നില്ല. ഇനി അടുത്തതായിട്ട് വേറൊരു സംഗതി, ഈ ക്നാനായിക്കാരെന്ന് പറയുന്നവർ ക്നായി തോമായുടെ ആ ഒരു പേരും പറഞ്ഞാണല്ലോ ഇതെല്ലാം നടത്തുന്നത്. ഒരു ക്നായി തോമായുടെ പ്രതിമയും കൊണ്ട് കോട്ടയം അരമന മുറ്റത്ത് വന്നപ്പോൾ ആ പ്രതിമയെ പോലീസ് കസ്റ്റഡിയിലേക്ക് കാക്കതൂറാൻ വിട്ട രൂപതാ നേതൃത്വം, അത് കൊണ്ടുവന്നവർക്ക് എതിരെ ക്രിമിനൽ കേസ് എടുക്കുന്ന രൂപതാ നേതൃത്വം. അപ്പോൾ ഇതിൻ്റെ വിരോധാഭാസം മനസ്സിലാക്കണം. ഇവർക്ക് സമുദായത്തെക്കാൾ വലുത് ഫ്യൂഡലിസ്റ്റ് മനോഭാവമുള്ള അധികാരത്തിൻ്റെ ആ ഒരു അംശപടിയുണ്ട്. അത് വെച്ചുകൊണ്ട് പോലീസിൻ്റെ സഹായത്തോടു കൂടി ആർക്കെതിരെയും കേസെടുക്കുക. ഈ കഴിഞ്ഞ ദിവസം നീണ്ടൂര് നമ്മുടെ മെത്രാനച്ചൻ വന്നപ്പോൾ ഇവിടെ കുറേ പോലീസുകാരെയൊക്കെ കണ്ടു. ആരാ പോലീസിനെ വിളിച്ചതെന്ന് എനിക്കറിയാൻ പറ്റില്ല. പക്ഷേ മെത്രാനച്ചൻ വാതുക്ക വഴി സാധാരണ കയറുന്നതാണ്, പിന്നാമ്പുറം വഴി വന്ന് കയറി അതിൻ്റെ പ്രസംഗിച്ചേച്ച് പോകണമാണ്. ഇതൊക്കെ കോട്ടയം രൂപതയുടെ ഇടവകകളിൽ ഒരു മെത്രാന്മാരും ചെയ്തിട്ടുള്ള പണിയല്ല. അടുത്തത് 302 സർക്കുലർ നമ്പർ 302 എന്നും പറഞ്ഞൊരു സംഭവം. അത് ഇത്രയേ ഉള്ളൂ. ക്വാസി ഡോമസിൽ ഇങ്ങനെ കുറേ കടിച്ചാപ്പൊട്ടിയില്ലാത്ത വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മളിവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് ദൂരോട്ട് മാറിക്കഴിഞ്ഞാൽ, കോട്ടയം രൂപതയുടെ അതിർത്തി വിട്ട് പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ കോട്ടയം രൂപത അംഗത്വം നഷ്ടപ്പെടും. അതാണ് ഇവർ പറയുന്നത്. ഏതൊക്കെയോ കാനൻ നിയമം ഉപയോഗിച്ചാണ് ഇത് പറയുന്നത്. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, കോട്ടയം രൂപത എന്ന് പറയുന്നത് കത്തോലിക്ക സഭയിൽ രൂപതകൾ അന്ന് ഇല്ലാഞ്ഞിട്ടല്ല. അന്ന് അന്യസമുദായങ്ങളുമായിട്ട് കെട്ടുബന്ധത്തിൽ ഏർപ്പെടാത്തവരാണ് നമ്മൾ. അന്യസമുദായങ്ങളുമായിട്ട് ഐക്യത്തിൽ മുമ്പോട്ട് പോകാനായിട്ട് ബുദ്ധിമുട്ടുള്ളവരാണ്. ഈ ഉള്ള കാരണങ്ങളെല്ലാം കണ്ടുകൊണ്ട് കാനോനികമായിട്ട് നമുക്ക് അനുവദിക്കപ്പെട്ട ഒരേ ഒരു രൂപത ലോകത്തിലുള്ളത് കോട്ടയം രൂപതയാണ്. ആ കോട്ടയം രൂപതയുടെ അതിർത്തിക്ക് നിന്ന് പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ അവൻ്റെ അംഗത്വം നഷ്ടപ്പെടും. ഒപ്പം അവിടെയുള്ള രൂപതകളിലെ അംഗത്വം അവനെ എടുക്കാൻ നിർബന്ധിതരാക്കുകയാണ്. പാവപ്പെട്ട വിശ്വാസികൾ കൂദാശകൾക്ക് വേണ്ടി, ആധ്യാത്മിക ആചാര അനുഷ്ഠാനങ്ങൾ ആചരിച്ച് കിട്ടുന്നതിന് വേണ്ടി ഇതിലെ ചതി മനസ്സിലാക്കാതെ കോട്ടയം രൂപത അംഗത്വം ഉപേക്ഷിച്ചുകൊണ്ട് ഇവർ വടക്കുംഭാഗ രൂപതയിൽ അംഗത്വം എടുക്കുകയാണ്. അതിനെ വിഘടിച്ച് നിൽക്കുന്ന ആളുകളെ, ഇതിപ്പോൾ നാളെ കുടുംബസംഗമം എന്ന പേര്, വേറൊരു ബന്ധങ്ങൾ വേർപെടാതെ, ഇതൊക്കെ ഇവർക്ക് പറയാൻ എന്ത് അവകാശമാണ്, എന്ത് ധാർമ്മികതയാണ് ഇവർക്കുള്ളത്? സ്വന്തം രൂപതയിൽപ്പെട്ട 2 കുടുംബങ്ങളാണ് കോട്ടയം രൂപത ഉപേക്ഷിച്ച് പോകേണ്ടി വന്നത്. എന്തിനാ? അവർ വിദേശത്തുള്ള
വടക്കുംഭാഗ രൂപതയിൽ അംഗത്വം എടുക്കില്ല എന്ന് ഉറച്ച നിലപാടെടുത്തു. അവർക്ക് രണ്ടുപേർക്കും അവരുടെ രണ്ടുപേരുടെയും മക്കളുടെ കൂതാശ ഈ കോട്ടയം രൂപത മെത്രാൻ്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം മുടക്കുകയാണ് ചെയ്ത്. അപ്പോൾ അവിടെ അംഗത്വം എടുത്ത് അവർക്ക് റാൻമൂളിൽ നിന്നാലേ ഉള്ളൂ വിദേശത്തുള്ള പ്രവാസികളായ ജ്ഞാനായക്കാർക്ക് മുൻപോട്ട് പോകാൻ പറ്റുള്ളൂ എന്നർത്ഥം. അവിടെ അംഗത്വം എടുക്കുമ്പോൾ ഇവിടുത്തെ അംഗത്വം നഷ്ടപ്പെടും. കാരണം ഇവരുടെ നിയമം അനുസരിച്ച് ദർ ഈസ് നോ ഡ്യുവൽ മെമ്പർഷിപ്പ്. ഇതാണ് അവസ്ഥ. ഇവർ ഈ പൊക്കിൾക്കൊടി ബന്ധവും എല്ലാം വലിയ കയമത്തിൽ വിളിച്ചു പോവും. ഭയങ്കര പൊക്കിൾക്കൊടി ബന്ധം. ഇവരുടെ വാചകത്തിൽ ഇന്നിപ്പം പറഞ്ഞില്ലേ, ബന്ധങ്ങൾ വേർപെടാതെ പൊക്കിൾക്കൊടി ബന്ധം, ഇതെല്ലാം ഇവർ നല്ല രീതിയിലൊക്കെ അവതരിപ്പിക്കും. എത്ര സമയമുണ്ട് ചേട്ടേ? അല്ല പെട്ടെന്ന് 2 മിനിറ്റ് തരോ? ഓക്കെ. അപ്പോൾ അങ്ങനെ ഇതെല്ലാം ചെയ്യുമ്പോഴും നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇത് ജനമറിയുകയാണ്. ഇത് പബ്ലിക് മീഡിയയിൽ വരുന്ന ചില കാര്യങ്ങളാണ്. ചെറുകര അച്ഛൻ അത് ചെയ്ത കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. ഇത് പറഞ്ഞപ്പോൾ എന്നാ പറഞ്ഞേ, ആ അച്ഛൻ OSH അച്ഛനാണ്. എന്തെങ്കിലും പ്രശ്നം വരുമ്പം കോട്ടയം രൂപതയുടെ അച്ഛനല്ല, അത് OSHലെ അച്ഛനാണ്. ഞാൻ വികാരി ജനറലോട് പറഞ്ഞു, OSHും DSH ഒന്നും ഞങ്ങൾക്ക് വിഷയമല്ല. കോട്ടയം രൂപതയിൽ വർക്ക് ചെയ്യുന്ന എല്ലാ വൈദികരും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വൈദികരാണ്. അവർ ചെയ്യുന്ന പ്രവർത്തികൾക്ക് എതിരെ നടപടിയെടുക്കാൻ കോട്ടയം രൂപതയ്ക്ക് കഴിയുന്നില്ലെങ്കിൽ അവരെ നമ്മുടെ കൂടെ ചേർക്കരുത്. അതിന് വേറൊരു ഉദാഹരണം കൂടെ പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. അതും ഒരു OSH അച്ഛനാണ്. പാവപ്പെട്ട OSHലെ അച്ഛൻ ഒന്നാന്തരം ധാർമ്മികമായി ജീവിക്കാൻ ആഗ്രഹിക്കുകയും നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു അച്ഛനാണ് ബിനു ചെറുകര. അങ്ങേര് ശ്രീപുരം സ്കൂളിൽ മാനേജറായിരുന്ന പ്രിൻസിപ്പലായിരുന്ന കാലത്ത് നല്ല രീതിയിൽ ആ സ്കൂൾ പോയിക്കൊണ്ടിരുന്നതാണ്. അവിടെയും കയറി നമ്മുടെ കോട്ടയം രൂപതയിലെ തന്നെ അങ്ങ് അച്ഛന്മാരായ കന്നഡി അച്ഛൻ എന്ന് വിളിക്കപ്പെടുന്ന പറമ്പേട്ടച്ഛൻ, പിന്നെ ഒരു ബിൻസ് ചേത്തലി, ഇവർ രണ്ടുപേരും കൂടെ കക്ഷി ചേർന്ന് ഈ അച്ഛനെ പുകച്ച് പുറത്ത് അടിക്കാനായിട്ടുള്ള തന്ത്രങ്ങൾ മെനഞ്ഞു. അവിടെ ഉണ്ടായിരുന്ന ഒരു മുസ്ലിം അവിടെ ആ സ്കൂളിൽ തന്നെ പഠിച്ചിരുന്ന ഒരു മുസ്ലിം ടീച്ചറെ കൊണ്ട് കള്ള കേസ് ഈ അച്ഛനെതിരെ എടുക്കാൻ വേണ്ടി നിർബന്ധിച്ചു. ഇതൊക്കെ അച്ഛനിൽ നിന്ന് നേരിട്ട് ഞാൻ കേട്ട കാര്യമാണ്. ആ കള്ളക്കേസ് എടുക്കാൻ നിർബന്ധിച്ചതിൽ ആ സ്ത്രീ ഒപ്പിടാൻ വിസമ്മതിക്കുകയും നമ്മുടെ തന്നെ ഈ അച്ഛൻ ഈ സ്ത്രീയെ ആ മുറിയിൽ പൂട്ടിയിട്ടു. ആ സ്ത്രീ എന്നിട്ട് പോലീസിനെ വിളിച്ചു, FIR ഇട്ടു. അത് വലിയ പ്രമാദമായ കേസായി. മുസ്ലിം സ്ത്രീയാണ്. അവിടുത്തെ മുസ്ലിം ജനവിഭാഗം രോഷാകുലരായി. അപ്പോൾ ആ കേസ് ഔട്ട് ഓഫ് ദ കോർട്ട് സെറ്റിൽമെൻറ്റ് നടത്തി. ആരാ ഇതിന് കാശ് കൊടുക്കുന്നത്? കോട്ടയം രൂപത കൊടുക്കണം. അങ്ങനെയാണ് ബിൻസ് ചേതലിൽ അമേരിക്കയ്ക്ക് പോയി മറ്റേ പുള്ളി. ഇതിങ്ങനെ ഈ കേസ് ഇപ്പോഴും തീരാ കിടക്കുകയാണ്. ഇങ്ങനെ ഒരു ആവലാതി എനിക്കെതിരെ ഇങ്ങനെ ഇത് പ്രശ്നങ്ങളുണ്ടായപ്പോഴത്തേനും കോട്ടയം രൂപത മെത്രാൻ എന്താ ചെയ്തു, ഈ അച്ഛനെ ബിൻസ് ചെറുകരേനെ സസ്പെൻഡ് ചെയ്തു പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്ന്. അങ്ങനെ സസ്പെൻഡ് ചെയ്ത് ഇങ്ങേർക്ക് അതിനൊരു കേസിനൊരു തീരുമാനം ഉണ്ടാകണ്ടേ. അപ്പോൾ അങ്ങേര് ഹൈക്കോടതിയിൽ പോയി കേസ് കൊടുത്തു. ഒരു സിവിൽ കേസും കൊടുത്തു, ഒരു ക്രിമിനൽ കേസും കൊടുത്തു. ഒന്ന് ഡിഫർമേഷൻ അണ്ടർ ഈ പുള്ളിയെ സസ്പെൻഷൻ പിൻവലിക്കണമെന്ന് പറഞ്ഞു. ഈ 2 കേസ് കൊടുത്തിട്ടും വർഷം ഒന്ന് കഴിഞ്ഞ് ഇത് 2018 നടക്കുന്ന സംഭവമായത്. ഇവരുടെ ഇടപെടൽ മൂലം, ഇവരുടെ സ്വാധീനം മൂലം ഇത് ഇങ്ങനെ ഇട്ട് തല്ലി കിടക്കുകയാണ്. അവസാനം കോടതി തന്നെ പറഞ്ഞു അടുത്ത 1 വർഷത്തിനകം ഇതിന് തീരുമാനം ഉണ്ടാകണം, അതല്ലെങ്കിൽ കുറ്റപത്രം സമർപ്പിക്കും എന്ന് പറഞ്ഞപ്പം ഇത് കേസ് കൊടുത്തത് OSH ആശ്രമം, OSH സുപ്പീരിയർ, പിന്നെ കോട്ടയം രൂപത ബിഷപ്പ് മൂലക്കാട്ട് മെത്രാൻ, ഈ 3 പേരാണ് പ്രതികൾ. കുറ്റപത്രം സമർപ്പിക്കുമെന്ന് പറഞ്ഞപ്പോൾ OSHകാർ ജാമ്യമെടുത്തു. കോടതിയിൽ എപ്പം ഹാജരാകണമെന്നൊക്കെ നോട്ടീസ് വരും. അന്നേരം എല്ലാം നമ്മുടെ മൂലക്കാട്ട് മെത്രാൻ വിദേശയാത്രയ്ക്ക് പോകും, പിടികൊടുക്കാതെ കിടക്കുക. അങ്ങനെ വാട്സാപ്പിലൊക്കെ കിടക്കുന്ന, പബ്ലിക് മീഡിയയിൽ കിടക്കുന്ന ഇതൊരു പബ്ലിക് നോട്ടീസാണ്. ഈ കേസിൽ നിങ്ങൾ കൃത്യമായ വിശദീകരണം നൽകണമെന്ന് പറഞ്ഞ് നമ്മുടെ അരമനയുടെ ഭിത്തിയെ കൊണ്ട് കോടതിക്ക് ഒരു നോട്ടീസ് ഒട്ടിക്കേണ്ടി വന്നു. ആ മുസ്ലിം സ്ത്രീയായിട്ടുള്ള ബന്ധം ആ കേസ് ഒതുക്കി തീർക്കാൻ ചില്ലറ കാശല്ല കോട്ടയം രൂപത മുടക്കേണ്ടി വന്നത്. ഇത് വിശ്വാസികളുടെ നേർച്ചപ്പണമാണ്, അല്ലാതെ ഇവരുടെ ആരുടെയും വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതല്ല. ഇതൊക്കെ പറയുമ്പം വൈദിക വിരോധമല്ല,
ഇത് നമ്മൾ തന്നെ, നമ്മുടെ സമുദായത്തിലെ ആളുകൾ തന്നെ ഇത് മനസ്സിലാക്കണം. വൈദികർ മൂലം കോട്ടയം രൂപതയുടെ ഇങ്ങനെയുള്ള അപമാനത്തിലേക്ക് പോകുന്നതിന് വഴിതെളിക്കരുത്. നമ്മൾ ഒന്നായി ചിന്തിക്കണം, പ്രവർത്തിക്കണം. ഓർക്കുക, ഒരു സഭയുടെ മെത്രാനെതിരെ സ്വന്തം സഭയിലെ വിശ്വാസികൾ സംഘടിച്ച് പത്രസമ്മേളനം നടത്തുക. ഇവന്മാരുടെ അടിത്തറ ഇളകി തുടങ്ങി. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.